ഹായ് കുട്ടീസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ട് ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ കുട്ടിക്കാലം മൊത്തം തീർത്തൊരിടത്തോട്ട് ഞങ്ങൾ പോവുകയാണ്. അവിടെ എനിക്ക് വാപ്പപ്പായും ഉമ്മയും മാത്രമായിട്ടോ ഉള്ളത്. അങ്ങോട്ടാണ് ഇന്നത്തെ യാത്ര. അപ്പം നടന്നു പോകാനുള്ള ദൂരം കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പം നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീടൊക്കെ പൂട്ടിയിട്ട് ഞാൻ മൂച്ചിക്കുഞ്ഞും കൂടെ കൂടിയാട്ടോ ഇന്ന് താഴെ വീട്ടിലേക്ക് പോകുന്നത്. വീട്ടിൽ ഉമ്മിച്ചി ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുടയൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ പോകാൻ പ്ലാൻ ഇട്ടിരിക്കുന്നത്. നടന്നാണ് പോകുന്നത്. വഴിയെ ഇറങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ മഴ നമ്മളെ കുട്ടീസ് നല്ല മഴ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് മാങ്ങയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ മഴ ചതിച്ചുകൊണ്ട് തന്നെ നമ്മളൊരു ഓട്ടോ വിളിച്ച് പോകാമെന്നുള്ള പ്ലാനൊക്കെ ഇട്ടു. അങ്ങനെ ഓട്ടോയിലൊക്കെ കയറിയ സമയത്തും കൊണ്ട് നമ്മുടെ മഴയും അവസാനിച്ചേട്ടോ. പിന്നെ വീടിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ചെറിയൊരു മുക്കുപോലത്തെ സ്ഥലമുണ്ട്. അവിടെ ചെന്നപ്പോഴത്തേക്കും നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നടന്നു പോകാനുള്ള പ്ലാൻ തന്നെ ഇട്ടു. അവിടെ ചെന്നപ്പോൾ ചെറിയൊരു കടയുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളൊരു കുൽഫിയൊക്കെ വാങ്ങിച്ച് അതും കഴിച്ചുകൊണ്ട് വർത്താനം പറഞ്ഞുകൊണ്ടാട്ടോ ഞാൻ മൂച്ചിക്കുഞ്ഞും പോയിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ നമ്മുടെ നൊസ്റ്റു ആണല്ലോ. പിന്നെ എന്താ ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. ഒരുപാട് പേര് അറിയാവുന്നവരുണ്ട്. വർത്താനമൊക്കെ പറഞ്ഞ് പോകാൻ നമുക്ക് ഒരുപാട് ഇഷ്ടമാട്ടോ. അതുകൊണ്ടാണ് നടന്നു പോകാനുള്ള കാരണം. ഈ കാണുന്നത് നല്ല മഞ്ഞിറങ്ങിയൊരു സ്ഥലം കേട്ടോ. പക്ഷേ എൻ്റെ ഫോൺ അത്ര ക്ലിയർ അല്ലാത്തതുകൊണ്ട് എനിക്ക് ഇങ്ങനെയാണ് നിങ്ങളെ കാണിക്കാൻ പറ്റുന്നത്. അവിടെ റിസോർട്ടും ടൂറിസ്റ്റ് ആൾക്കാരൊക്കെ വരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഇതാ ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ എൻ്റെ താഴെവീട്. ഇവിടെയാണ് എനിക്ക് വാപ്പപ്പായും ഉമ്മായും ഉള്ളത്. ചെന്ന പാടെ വാപ്പ കിടാവിനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. വാപ്പയുടെ കൂട്ടുകാർ മക്കളെന്നൊക്കെ പറയുന്നത് ഈ കിടാവും ആടും ഒക്കെ തന്നെയാട്ടോ. അതിനോട് സംസാരിച്ചും കുളിപ്പിച്ചൊക്കെയാണ് നിൽക്കുന്നത്. നമ്മൾ താഴെ വീട്ടിൽ വന്നാൽ മെയിനായിട്ട് കയറുന്ന അടുക്കളയിലാട്ടോ. കാരണം ഉമ്മാമ്മ ഉണ്ടാക്കി വെച്ച ഓരോ സ്നാക്സ് ഐറ്റംസും കഴിക്കാൻ വേണ്ടിയിട്ട് വന്ന പാടെ ഇപ്പോൾ കഴിച്ച ചക്കവറുത്താട്ടോ. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെപ്പോഴൊക്കെ നമ്മുടെ ഗ്രാൻഡ് പേരൻസിൻ്റെ അടുത്ത് പോയാൽ ഒരു പണിയും നമ്മളെ കൊണ്ട് അവർ ചെയ്യിക്കില്ല എന്ന്. ഇവിടെ വന്നപ്പോഴും അങ്ങനെ തന്നെ ഉള്ളതെല്ലാം മുറിച്ചും ഉള്ളതെല്ലാം എൻ്റെ കയ്യിലെടുത്ത് തന്ന് എന്നെക്കൊണ്ട് കഴിപ്പിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ചെന്ന പാടെ മാങ്ങാപ്പഴമൊക്കെ മുറിച്ച് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. കൂടെ എന്നോട് വർത്താനവും പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീട്ടിലുള്ള എല്ലാ ഐറ്റംസും എനിക്ക് തന്ന് എൻ്റെ അടുത്ത് പറയാം കഴിക്കുന്ന. അങ്ങനത്തെ മാങ്ങാപ്പഴമൊക്കെ ചെത്തി തന്ന് ഞങ്ങൾ അതും കൊണ്ട് ഫ്രണ്ടിൽ പോയിരുന്നു. ഞാനും മൂച്ചിക്കുഞ്ഞും കൂടെ അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. വാപ്പാനെ വിളിച്ചപ്പോൾ വാപ്പ കുറച്ച് ബിസിയായിരുന്നു. അങ്ങനെ വാപ്പ വന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതെല്ലാം കൂടെ കഴിച്ച്. അങ്ങനെ ഞാൻ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താലും എന്നെക്കൊണ്ട് ഒന്നും ചെയ്യാൻ സമ്മതിക്കത്തില്ല. പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് സവോളയൊക്കെ കട്ട് ചെയ്ത് ഹെൽപ്പ് ചെയ്യാലോ എന്ന് വിചാരിച്ച് അതൊക്കെ കട്ട് ചെയ്ത് കൊടുത്തു കേട്ടോ. അങ്ങനെ ഉമ്മമ്മയുടെ ഫ്രിഡ്ജ് തുറന്നപ്പോഴാണ് ഞാൻ ഇത് കണ്ടത്. ഇത് മെയിൻ ഐറ്റം കേട്ടോ. നമ്മുടെ മാങ്ങയൊക്കെ അരിഞ്ഞ് ഉപ്പും കാന്താരിയൊക്കെ ഇട്ട് വെച്ചേക്കുന്ന ഒരു ഐറ്റം. കിഡിലെ ഐറ്റമാണ് മക്കളെ, ഒന്ന് കഴിച്ച് നോക്കണം. ഒരു വല്ലാത്ത ജാതി സാധനം. പിന്നെ ഒരു ഐറ്റമാണ് മെയിൻ ഉമ്മമ്മയുടെ അടുത്ത് മീൻ പൊരിച്ചത്. എനിക്ക് എപ്പോഴും ഇഷ്ടമാണ്. കാരണം ഉമ്മയുടെ ഒരു മസാല എന്ന് പറയുന്നൊരു വേറെ ഐറ്റം കേട്ടോ. അതും കൂട്ടി കുറച്ച് ചക്കപ്പുഴുക്കൊക്കെ എടുത്ത് ഇതാ ഉപ്പിലിട്ട മാങ്ങയും കൂടി ഇട്ടിട്ട് ഒരു പിടി അങ്ങ് പിടിച്ച് മക്കളെ അടിപൊളി ഐറ്റമായിരുന്നു. ഇതൊക്കെ കഴിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പോലും പറ്റില്ല. പിന്നെ അതാ ഉമ്മമ്മയുടെയും വാപ്പയുടെയും വേറെ കുറേ മക്കളാട്ടോ ഈ നിൽക്കുന്ന 3 എണ്ണങ്ങൾ. ഇതിവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഒരു മടിയും കൂടാതെ അവരെ വളർത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. എന്താ താഴെ വീട്ടിലുള്ള വേറൊരു ഐറ്റമാണ് മൽബറി. ഒരുപാടുണ്ട് കേട്ടോ. നല്ല കറുകറാന്നിരിക്കുന്ന നല്ല മധുരം. പിന്നെ അതും കുറച്ച് പറിച്ചെടുത്തു. പിന്നെ ഉമ്മമ്മ നല്ല ചിക്കൻ പെരട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കൂട്ടി ഉച്ചയ്ക്ക് നല്ല ചോറ് കഴിച്ചോട്ടോ. ഒരു പ്ലേറ്റ് അല്ല, ഒരു 2 പ്ലേറ്റ് ചോറെങ്കിലും ഞാൻ കഴിച്ചിട്ടുണ്ടാകും. കാരണം ഉമ്മമ്മ ഉണ്ടാക്കുന്ന എല്ലാ ഐറ്റംസിനും അത്ര ടേസ്റ്റാണ്. ഞാൻ പറഞ്ഞു തരണ്ടല്ലോ നമ്മുടെയൊക്കെ വീട്ടിലെ ആളുകളുടെ ടേസ്റ്റും കൈപ്പുണ്യൊക്കെ. പിന്നെ ഉമ്മമ്മയുടെ സ്പെഷ്യൽ വെള്ളവും കൂടെ കുടിച്ചിട്ട് നല്ലൊരു ഉറക്കം അങ്ങ് പാസ്സാക്കിയിട്ടോ. ഈവനിങ് ആയപ്പോഴത്തേക്ക് ഉമ്മ വന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതാ പൂച്ചയോടും കുറച്ച് നേരം സംസാരിച്ചിരുന്നു. വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ച് വീഡിയോ ഒക്കെ അവൻ്റെ എടുത്തിട്ട് ഉമ്മമ്മ നല്ല ചായ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉമ്മമ്മക്ക് ആടുണ്ട്. അപ്പോൾ ആടിൻ്റെ പാലെടുത്തിട്ടാണ് എനിക്ക് ചായ തന്നിട്ടുണ്ടായിരുന്നത്. അതും കുടിച്ച് പിന്നെ ഇവിടെ വന്ന വാപ്പാക്ക് എപ്പോഴും വേണ്ട ഒരു ഐറ്റം കേട്ടോ റിസ്ക്. എൻ്റെ കുഞ്ഞു പ്രായം മുതലേ ഞങ്ങൾ കഴിക്കുന്ന ഒരു ഐറ്റമാണ് ഈ റിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് മുക്കി കഴിക്കാൻ എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ അത് ഞാൻ ഒരുപാട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ അതാ അവന്മാർക്കും ഞാൻ കുറച്ച് റിസ്ക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉമ്മാമ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് ചക്കവറുത്തും കൂടി ഉണ്ടായിരുന്നു. അതുമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വൈകുന്നേരം ഞങ്ങളിതാ ഓട്ടോയ്ക്ക് തന്നെ തിരിച്ച് പോവാം കേട്ടോ. ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴിക്കും നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഓക്കേടാ ബൈഡാ. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.